ശരി, ഞാനങ്ങനെ ശ്രീ റഹീം അങ്ങ് സന്ദീപ് വാര്യക്കും രാജു പി നായർക്കും മറുപടി പറഞ്ഞോളൂ. അതോടൊപ്പം വേറൊരു കുടുക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക്. എന്താണെന്നറിയോ? ഇവിടെ ജനുവരി 22 അയോധ്യയിൽ ശ്രീരാമ തീർത്ഥ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ കഴിയുമെങ്കിൽ പങ്കെടുക്കേണ്ടത് ഏതൊരു ഈശ്വരവിശ്വാസിയുടെയും കടമയാണെന്ന് പറയുന്നത് നായർ സർവീസ് സൊസൈറ്റി ജനറൽ സെക്രട്ടറി ശ്രീ ജി സുകുമാരൻ നായരാണ്. അതിന്റെ ഉന്നതാധികാര സമിതിയിൽ പുതിയതായി അംഗമായി വന്ന കെ ബി ഗണേഷ് കുമാറിന് RSS നേതാക്കൾ പോയി ക്ഷണിച്ചിട്ടുണ്ട്. ആ ക്ഷണം അദ്ദേഹം സ്വീകരിക്കുന്ന ചിത്രമടക്കം പത്രങ്ങളിൽ വരുന്നുണ്ട്. കെ ബി ഗണേഷ് കുമാർ പങ്കെടുക്കുമോ? NSSന്റെ ഈ പറയുന്ന വാർത്താക്കുറിപ്പിനെ ലംഘിച്ചുകൊണ്ട് പങ്കെടുക്കാതിരിക്കുമോ തുടങ്ങിയൊരു ചോദ്യം നിങ്ങൾക്ക് വരുന്ന നാടുകളെ കൊടുക്കാണ്. ശ്രീ റഹീം എം പി പറഞ്ഞോളൂ. അങ്ങനെ ഒരു കൊടുക്ക് ഞങ്ങൾ കാണുന്നില്ല. അതോർത്തൊന്നും ആരും ഇവിടെ അരി വേവിക്കുകയും വേണ്ട, വെള്ളം തിളപ്പിക്കുകയും വേണ്ട. ഞാൻ അതിലേക്ക് വരാം. ഇവിടെ പശ്ചിമ ബംഗാളിൽ നടന്ന ഞങ്ങളുടെ മഹാമുന്നേറ്റത്തെ, തിരിച്ചുവരവിനെ കോൺഗ്രസിനെയും കോൺഗ്രസിൻ്റെ പ്രതിനിധിയും വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ടല്ലേ. നിങ്ങൾക്ക് ഇതാണ് കോൺഗ്രസ്. ഈ കോൺഗ്രസ് എന്താ പറഞ്ഞത്? പെരുമ്പാവൂരിൽ പൊറോട്ട അടിക്കുകയാണെന്നല്ലേ ഞങ്ങളുടെ ആൾ. പെരുമ്പാവൂരിനെ കുറിച്ച് തന്നെ വേറൊരു കഥ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുണ്ട്, അത് വരുന്നുണ്ട് അതിലേക്ക്. പക്ഷേ നിങ്ങൾ കുറേ കാലം പറഞ്ഞിടുന്നത് തന്നെ തിരിച്ചറിഞ്ഞല്ലോ. നിങ്ങൾ പറഞ്ഞിടുന്നത് മാത്രമല്ല, ഞാൻ അതിനെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞിട്ട് പോകാൻ തന്നെ കരുതുന്നത്. നിങ്ങളെന്നല്ല, പശ്ചിമ ബംഗാളിലെ തന്നെ ഒരൊറ്റ മാധ്യമങ്ങളുടെ പ്രധാന പേജുകളിൽ DYFI എന്ന പദം വന്നിട്ട് എത്രയോ കാലമായി. ഞങ്ങൾക്ക് ആരുടെയും പരിലാളന കിട്ടിയില്ല. നിങ്ങളെല്ലാവരും അപഹസിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ അപ്പോഴും ഞങ്ങളെവിടെ ആയിരുന്നു അറിയാമോ? ഞങ്ങൾ ജനങ്ങൾക്കിടയിലായിരുന്നു. ജനങ്ങൾക്കിടയിൽ സംഘടിപ്പിച്ചു. ഞങ്ങൾ അവിടെ നിന്നും ഒരു വലിയ തിരിച്ചുവരവ് നടത്തുന്നു. ആ തിരിച്ചുവരവ് ബ്രിഗേഡ് മൈതാനിയിൽ വന്നപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മൈതാനികളിലൊന്നായ ബ്രിഗേഡ് മൈതാനി യുവജനങ്ങളാൽ, ചെറുപ്പക്കാരാൽ, ബഹുജനങ്ങളാൽ നിറഞ്ഞു കവിഞ്ഞപ്പോൾ അത് ലൈവ് ടെലികാസ്റ്റ് ചെയ്യാത്ത ഒരൊറ്റ മാധ്യമം പോലും ഉണ്ടായിരുന്നില്ല. സകലവരും നിർബന്ധരായി. ഇപ്പോഴും നിങ്ങൾ അപഹസിക്കുകയാണല്ലേ ഞങ്ങളെ. ഇതേ പശ്ചിമ ബംഗാളിൽ ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ, ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഞങ്ങളുടെ പിന്തുണ തേടിയിരുന്നില്ലേ? നിങ്ങളുടെ ആൾ ജയിച്ചിരുന്നില്ലേ? ആ ജയിച്ച ആളിപ്പോൾ എവിടെയാ സാറേ? ആ ജയിച്ച ആളിപ്പോൾ ഇവിടെ പോയി, അയാൾ തൃണമൂലിൽ പോയി. ഇതാണ് അവിടുത്തെ കോൺഗ്രസ്. മനസ്സിലായല്ലോ? ആ കോൺഗ്രസിനെയാണ് ഞങ്ങളെ പഠിപ്പിക്കുക വെസ്റ്റ് ബംഗാളിൽ. വിഷയത്തിലേക്ക് വരും. ഞാനത് വിഷയത്തിലേക്ക് വരാം. ഇനി അടുത്ത വിഷയത്തിലേക്ക് വരാം. പെരുമ്പാവൂർ പറഞ്ഞല്ലോ, പെരുമ്പാവൂരിൽ പൊറോട്ട ഓടിക്കാൻ നിൽക്കുന്നു. പെരുമ്പാവൂരിലേക്ക് തന്നെ വരാം. ഈ പെരുമ്പാവൂരും പരിസര പ്രദേശങ്ങളിൽ ഒരു MLA ഉണ്ടല്ലോ, എൽദോസ് കുന്നപ്പള്ളി. ആ എൽദോസ് കുന്നപ്പള്ളിയുടെ റോളെന്താ ഈ ക്ഷേത്രത്തിൽ, ഈ വിഷയത്തിൽ? കേരളത്തിൽ നിന്നുള്ള എൽദോസ് കുന്നപ്പള്ളി എന്ന MLA രാമക്ഷേത്ര നിർമ്മാണത്തിന് പണം പിരിക്കുന്നതിന് വേണ്ടി RSS സംഘപരിവാർ പ്രവർത്തകർ അവർക്ക് പണം കൊടുക്കുകയും അവരോടൊപ്പം അതിൽ ഭാഗമാവുകയും ചെയ്തു. നവകേരള സദസ്സ് മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്ത പരിപാടി, മുഖ്യമന്ത്രിയും മന്ത്രിസഭയും നടത്തിയ പരിപാടി, ഗവൺമെൻറ് പരിപാടി. മന്ത്രിസഭാ പരിപാടിയായ നവകേരള സദസ്സ് മുതൽ വിവിധ സർക്കാർ പരിപാടികളുമായി സഹകരിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുന്ന കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഈ നിമിഷം വരെ എൽദോസ് അബ്രഹാം എന്ന കോൺഗ്രസ് നേതാവിനെതിരെ, MLAക്കെതിരെ നടപടിയെടുക്കാത്തത്? ആലപ്പുഴയിലുള്ള കോൺഗ്രസിൻ്റെ സമുന്നതനായൊരു നേതാവ് ഈ രാമക്ഷേത്ര നിർമ്മാണത്തിന് പണം കൊടുക്കുകയും ആ ക്യാമ്പയിനിൻ്റെ ഭാഗമാവുകയും ചെയ്തു. നമ്മൾ അകലെയുള്ള കമൽനാഥിനെ കുറിച്ചാണ് പറയുന്നത്. കമൽനാഥ് വെള്ളിക്കട്ട കൊടുത്തപ്പോൾ വെള്ളിത്തൊട്ട് പണം കൊടുത്തു ഇവിടുത്തെ MLA. എന്തേ കേരളത്തിലെ കോൺഗ്രസ് ഈ നിമിഷം വരെ പുറത്താക്കാത്തത്, നടപടി സ്വീകരിക്കാത്തത്? കാരണം എന്താണ്? കാരണം ശ്രീ K സുധാകരൻ തന്നെ വിശദീകരിക്കുന്നുണ്ട്. സംഘപരിവാറിലും നല്ല ആളുകളുണ്ട്. കൂടെ ഒരു കാര്യം കൂടി കോമയിട്ടിട്ട് പറയണം, ആ വാക്കുകൾക്കുള്ളിൽ തന്നെ ഇരിപ്പുണ്ട്. കോൺഗ്രസ്സുകാരിലും നല്ല RSSകാരുണ്ട്, സംഘപരിവാറിലും നല്ല ആളുകളുണ്ട്, കോൺഗ്രസ്സുകാരിലും നല്ല RSSകാരുണ്ട്. അതാണ് പ്രശ്നം. എനിക്ക് അവസരം കിട്ടിയാൽ I will go with BJP. രാജു പി നായർ എന്തിനെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്? രാജു പി നായർ നോക്കൂ, ആലോചിക്കുക. എന്താണ്, ആരുടെ പാർട്ടിയാണ്? സുധാകരൻ്റെ പാർട്ടിയാണ്. ഏത് സുധാകരൻ? RSSന്റെ ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ ഞാൻ കോൺഗ്രസ്സുകാരെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ചർച്ചയിലേക്ക് സുധാകരൻ പറഞ്ഞു വിട്ടിരിക്കുന്നയാളാണ് ശ്രീ രാജു പി നായർ. അതുപോലെ വേറെ രാജു പി നായർമാരെ എവിടേക്ക് പറഞ്ഞു വിട്ടു സുധാകരൻ? RSSന്റെ ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ. ഇന്നിപ്പോൾ രാജു പി നായരെ 24ലേക്ക് ചർച്ചയ്ക്ക് വിട്ട സുധാകരൻ നാളെ RSSന്റെ ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ പറഞ്ഞു വിട്ടാൽ കാവൽ നിൽക്കേണ്ടയാളാണ് ഇരുന്ന് സംസാരിക്കുന്നത് രാജു പി നായർ. കാരണം സുധാകരൻ വിട്ടിട്ടുണ്ട്.
രാജു പി അല്ല, നായർ പോയില്ല, പറയട്ടെ, റഹീം. അതെങ്ങനെയാണ് ഇതിൽ രാജു പി നായർ വന്നത്? രാജു പി നായരുടെ ഇഷ്ടത്തിനാണോ KPCCയുടെ ഇഷ്ടത്തിനാണോ? അല്ല പറയട്ടെ, അല്ലല്ല, ഞാൻ ഇതൊന്നും വ്യക്തിപരമായിട്ട് കരുതരുത്. ഇതിപ്പോ രാജു പി നായരല്ല, വേറൊരാളാണ് അയാളെ കുറിച്ച് ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ പറയാം. ഞാൻ വഴങ്ങുന്നില്ല. അല്ല, റഹീം പറഞ്ഞു പൂർത്തിയാക്കട്ടെ. വഴങ്ങുന്നില്ല. ഇപ്പോ റഹീമിന്റെ മതേതര രാഷ്ട്രീയത്തിൽ തികഞ്ഞ ബോധ്യം എനിക്ക് വ്യക്തിപരമായി ഉള്ളതുപോലെ രാജു പി നായരുടെ മതേതര ബോധ്യത്തിൽ തികഞ്ഞ വ്യക്തിപരമായ ബോധ്യം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു RSSലേക്ക് പോകാൻ പറഞ്ഞാൽ രാജു പി നായർ പോവില്ല എന്ന് പറഞ്ഞ കാര്യം അത് ഞാൻ പറഞ്ഞു തിരുത്തി. അങ്ങ് പറഞ്ഞു പൂർത്തിയാക്കുള്ളൂ. RSSലേക്ക് പോകാനെന്നല്ല ഞാൻ പറഞ്ഞത്. വാക്കുകളെ വളച്ചൊടിക്കരുത്. രാജു പി നായർ എന്ന് പറയുന്ന വ്യക്തിയെ വ്യക്തിപരമായി എനിക്കറിയില്ല. അറിയാനും അറിഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തെ ഞാൻ വ്യക്തിപരമായി പറഞ്ഞതുമല്ല. ഇത് വ്യക്തിപരമാവണ്ട. KPCCയുടെ ഞാൻ ചോദിക്കട്ടെ, ഏതോ ആളുകളെയാണല്ലോ, കോൺഗ്രസിന്റെ സാധാരണക്കാരായ കോൺഗ്രസിന്റെ കൊട്ടിപ്പിടിക്കുന്ന പ്രവർത്തകരെയാണല്ലോ സുധാകരൻ എന്ന RSSന്റെ ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ പറഞ്ഞു വിട്ടത്. ഏതോ കോൺഗ്രസ്സുകാരെ, അവർ നല്ലവരാണോ നമുക്കറിയില്ല. അവരെ സുധാകരൻ പറഞ്ഞു, അവർ പോയി കാവൽ നിന്നു. ഇനി നാളെയും സുധാകരൻ എന്ന് പറഞ്ഞാൽ പോവും, കാവൽ നിൽക്കും. അതേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ രാജു പി നായർ എന്നുള്ളത് യാദൃച്ഛികമായി സന്ദർഭേന ഞാൻ എടുത്തുപയോഗിച്ചൊരു വാക്ക് പേര് മാത്രമാണ്. അങ്ങനെ കണ്ടാൽ മതി, അതിനെ വ്യക്തിപരമായി കാണണ്ട. ഇനി ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞത്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം പറയാണ്, ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാണ്, എന്താണ് വിഷയത്തിൽ നിന്ന് മാറ്റിവിടാൻ. സുധാകരൻ രാമായണം വായിക്കുന്നത് പ്രശ്നമാണ്. ഞാൻ പറഞ്ഞത് രാമനം, അദ്ദേഹം പറഞ്ഞൊരു വാചകം എന്താ? രാജു പി നായർ വളച്ചൊടിച്ച് കൊണ്ടു ചെല്ലാൻ ശ്രമിച്ചത് രാമായണം വായിക്കുകയോ രാമഭക്തിയിൽ കടന്നു പോവുകയോ രാമക്ഷേത്രത്തിൽ പോവുകയോ ചെയ്യുന്ന ആളുകളെ ഹിന്ദുത്വവാദികളായി വരുത്താൻ ഞാൻ ശ്രമിക്കുന്നു. ഇല്ലേ ഇല്ല. ഞാൻ പറഞ്ഞു, ഇന്ത്യയുടെ ചരിത്രത്തിലെ 2 വലിയ കുറ്റകൃത്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ആ 2 കുറ്റകൃത്യങ്ങളിലും രാമൻ സാക്ഷിയാണ്. ഒന്നാമത്തെ കുറ്റകൃത്യം 48 ജനുവരി 30-നാണ്. രണ്ടാമത്തെ കുറ്റകൃത്യം 92 ഡിസംബർ 6-നാണ്. ഹാഷ്മി, 2ലും രാമൻ സാക്ഷിയാണ്. വെടിയേറ്റ് വീഴുമ്പോൾ ഗാന്ധി ഉച്ചരിച്ചത് ഹേ റാം എന്നാണ്. ഗാന്ധിയുടെ ഉള്ളിൽ മുഴുവൻ രാമനായിരുന്നു. രാമൻ ആദ്യത്തെ കുറ്റകൃത്യത്തിന് സാക്ഷിയാണ്. ഗാന്ധിവധത്തിന് സാക്ഷി രാമനാണ്. രണ്ടാമത്തെപ്പോഴും രാമൻ സാക്ഷിയാണ്. രാമക്ഷേത്രം ബാബറി മസ്ജിദ് തകർത്തെറിഞ്ഞിട്ട് അതിന്റെ മുകളിൽ കയറി കാവിക്കൊടിയും തൃശ്ശൂലവും ഉയർത്തിപ്പിടിച്ച് RSS വിളിച്ചു ജയ് ശ്രീറാം. ആ കുറ്റകൃത്യത്തിനും രാമൻ സാക്ഷിയാണ്. മനസ്സിലായല്ലോ? ഞാൻ ഗാന്ധിയെ തള്ളി പറയുന്നില്ല. ഗാന്ധിയുടെ ഹൃദയത്തിലുള്ള രാമൻ, അതിനെ ബഹുമാനിക്കുന്നു. അതേ നാവ് കൊണ്ടാണ് ഗാന്ധി പറഞ്ഞത് ഈശ്വരല്ല തേരേനാം. അപ്പൊ രാമനും രാമഭക്തിയും രാമായണവും ഏതെങ്കിലും ഒരു തരത്തിൽ മനുഷ്യനെ വെറുക്കാൻ ഉപകരിക്കുന്ന രാസതരകമായി മാറുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് അവരോട്, വിശ്വാസികളോട് ഒരു വിയോജിപ്പുമില്ല. രാജു പി നായർ എനിക്ക് ക്ലാസ് എടുക്കുകയാണ്. അദ്ദേഹം നിരീശ്വരവാദിയാണ്. പക്ഷേ എന്നാൽ എല്ലാ വിശ്വാസികൾക്കും കാവൽ നിൽക്കും. ഞങ്ങളും അങ്ങനെ തന്നെയാണ്. ബാബറി മസ്ജിദ് എന്നല്ല, നിങ്ങൾ ബാബറി മസ്ജിദിന് കാവൽ നിന്നോ, നിങ്ങൾ വിശ്വാസത്തിന് കാവൽ നിൽക്കുമോ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ബാബറി മസ്ജിദിനെ കുറിച്ച്, നിങ്ങൾ ഒരു ആരാധനാലയത്തെ കുറിച്ച് സംസാരിക്കുന്നു, വാചാലമാകുന്നു. നിങ്ങൾ തകർന്നിടിഞ്ഞ ഒരു ആരാധനാലയത്തെ കുറിച്ച് എന്തുകൊണ്ട് പറയുന്നില്ല? ഇനി പോട്ടെ, തകർന്നത് പോട്ടെ. ബാബറി മസ്ജിദ് തകർത്തിട്ട് ഇവർ വിളിച്ച മുദ്രാവാക്യമുണ്ട്, കാശി മധുരൈ ബാക്കി ഹേ. കാശി മധുരയും പുതിയ അധ്യായങ്ങളായി അവർ തുറക്കുന്നു. ഹാഷ്മി, ഈ നിമിഷം വരെ കോൺഗ്രസ് അതിനെക്കുറിച്ച് ഒരു അക്ഷരമുണ്ടിയോ? രാജു പി നായരും കോൺഗ്രസും പറയുകയാണ്, ഞങ്ങൾക്ക് വിശ്വാസത്തെയും ക്ഷേത്രത്തെയും ബഹുമാനാണ്. എന്തേ വിശ്വാസത്തെയും പള്ളിയെയും ബഹുമാനിക്കാത്തത്? ശരി ശരി, പറയുകയാണ് കാശി മധുരൈ ബാക്കി ഹേ. കാശി മധുര ബാക്കി ഹേ. പറഞ്ഞു പൂർത്തി, പെട്ടെന്ന് പറഞ്ഞു. അതെ, കാശി മധുരൈ ബാക്കി ഹേ. പറയട്ടെ, ഈ നിമിഷം വരെ കാശി മധുരൈ പ്രശ്നത്തിലൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു. പാർലമെന്റ് അംഗങ്ങളുടെ യോഗം ചേരുമ്പോൾ, പാർലമെന്റ് അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ പാർലമെന്റിലെ കക്ഷി നേതാക്കളുടെ യോഗം ചേരുമ്പോൾ കാശി പ്രശ്നം, മധുര പ്രശ്നം പാർലമെന്റിനുള്ളിൽ ഉന്നയിക്കണമെന്ന് മുസ്ലിം ലീഗിന്റെ പ്രതിനിധി കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കളിരിക്കുന്ന സദസ്സിൽ പറയുന്നുണ്ട്. നിങ്ങൾ പരിശോധിച്ചോ? ഒരക്ഷരം ചെവി കേട്ടതായി കോൺഗ്രസ് നടിച്ചില്ല. രാജ്യത്തെ നീറുന്നൊരു പ്രശ്നമാണല്ലോ അത്. ഈ നിമിഷം വരെ AICCയുടെ നിലപാട് വന്നു അക്കാര്യത്തിൽ. എന്ത് നിലപാട് വരാത്തെ? അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു നിലപാടെടുക്കരുത്. മതനിരപേക്ഷ ഇന്ത്യയിലെ ഏത് മതക്കാരനെയും, ഒരു ബുദ്ധവിഹാരത്തിന് പോലും അതിൻ്റെതായ അന്തസ്സ് പൗരത്വമുണ്ട്. ഒരു ബുദ്ധവിഹാരം, അവർ ജനസംഖ്യയിൽ കുറവായിരിക്കാം,
ആ ജനസംഖ്യയിൽ കുറവായ ബുദ്ധവിഹാരമാകട്ടെ, ഒരു ചെറിയ മതമാകട്ടെ, ഇനി നാളെ ഏതെങ്കിലും ഒരു പുതിയ മതമുണ്ടായെന്നിരിക്കട്ടെ, ആ മതക്കാരന് അവൻ ആരാധന നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവന്റെ ആരാധനാലയം തകർക്കാൻ ഒരു കൂട്ടം പേര് കടന്നു വരുമ്പോ, അത് തീയതി നിശ്ചയിച്ച് കടന്നു വരുമ്പോ, തയ്യാറാക്കാനുള്ള പരിശീലനം സിദ്ധിച്ച് കടന്നു വരുമ്പോ നിങ്ങൾ തടഞ്ഞില്ല. നിങ്ങൾ അവർക്ക് ഗാർഡ് ഓഫ് ഓണർ കൊടുത്തു, നിങ്ങൾ അവർക്ക് സല്യൂട്ട് കൊടുത്തു, സഹായങ്ങൾ ചെയ്തു കൊടുത്തു. പോട്ടെ, പള്ളി പൊളിച്ച് കളഞ്ഞിട്ടേ ഇത്രയും കാലമായിട്ട് അതിൽ ഒരാളെ ശിക്ഷിക്കാൻ കഴിഞ്ഞില്ല, അതിലൊരു വാക്കുകൊണ്ട് റിഗ്രറ്റ് ചെയ്യുന്നില്ല. അടുത്ത് പുതിയത് പൊളിക്കാൻ വേണ്ടി അടുത്ത പരിപാടി ഇടുന്നു കാശിയിലും മധുരയിലും. അതിനെക്കുറിച്ച് കോൺഗ്രസ് ഒരക്ഷരം ഇതുവരെ മിണ്ടിയിട്ടില്ല. ആ കോൺഗ്രസ് വന്നിരുന്നിട്ട് മതനിരപേക്ഷതയുടെ കഥ പറയാണോ? പോട്ടെ, നിങ്ങൾ ഈ കമൽനാഥ് കൊടുത്തുവിട്ട വെള്ളിക്കട്ട തിരിച്ചു വാങ്ങിക്കോ. എന്റെ ചോദ്യം അതാണ്. കർണാടകയില് ശിവകുമാർ ഇന്ന് ഇവിടെ തന്നെ 24-ന് തന്നെ കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞു, ഹാഷ്മി റിപ്പോർട്ട് ചെയ്യുന്നു. അതിന്റെ അവസ്ഥ എന്താണ്? നിങ്ങളുടെ നിലപാട് എന്താണ്? അവിടെ ഗവൺമെന്റ് തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്താണ് നിലപാട്? നമ്മുടെ ശ്രീ വാര്യർ പറഞ്ഞല്ലോ, നമ്മുടെ സന്ദീപ് വാര്യർ പറഞ്ഞു, ഈ പുരി ശങ്കരാചാര്യർ, ഞാൻ ഒറ്റക്കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക, എനിക്കൊരൊറ്റ പേടിയേ ഉള്ളൂ. പുരി ശങ്കരാചാര്യരുടെ വീട്ടിൽ നാളെ ED റെയ്ഡ് ഉണ്ടാകുമോ ഇല്ലയോ എന്ന് മാത്രമേ സംശയമുള്ളൂ. ED റെയ്ഡ് എവരെ എതിർത്താൽ സിനിമാക്കാരുടെ വീട്ടിൽ ED റെയ്ഡാണ്. പറയട്ടെ. അപ്പൊ EDക്ക് ഒരു പണി കൂടിയായി എന്നാണ് ഈ പുരി ശങ്കരാചാര്യരുടെ സ്റ്റേറ്റ്മെന്റ് കണ്ടപ്പോൾ എന്റെ മനസ്സിൽ തോന്നിയത്. EDക്ക് ഒരു അസൈൻമെന്റ് കൂടിയായി EDക്ക്.